മാധ്യമങ്ങളെ കണ്ട് പറയുമ്പോൾ പോലും അയാൾ കാണിച്ച ഒരു ഒരു ആ, ആ, എന്താ പറയുക, അസാധാരണമായ ധൈര്യം എന്നാണോ അതിനെ പറയേണ്ടത്? പുച്ഛം. അല്ല, അസാധാരണമായ നാണം കെട്ട സമീപനമുണ്ട്. അരഗൻസ് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് എൻ്റെ രാജി, ഈ രാജി പാർട്ടി ആവശ്യപ്പെട്ടിട്ടല്ല. അതായത് പാർട്ടി നേതാക്കൾ ബുദ്ധിമുട്ടും, എൻ്റെ കാര്യം പറഞ്ഞ് സമയം പോകും, അവർക്ക് തെരഞ്ഞെടുപ്പ് നോക്കാനുള്ളതാണ്. പാർട്ടി നേതാക്കളെ വഞ്ചിച്ചില്ലേ, പാർട്ടിയിലെ പ്രവർത്തകരെ വഞ്ചിച്ചില്ലേ, പാലക്കാട് ജനതയെ വഞ്ചിച്ചില്ലേ, നാട്ടുകാരെ വഞ്ചിച്ചില്ലേ? ആ വഞ്ചനയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ച, രാഹുൽ മാങ്കൂട്ടത്തിനെ വിശ്വസിച്ച എല്ലാവരെയുമാണ് അയാൾ വഞ്ചിച്ചിരിക്കുന്നത്. എന്ത് എന്ത് ധൈര്യപൂർവ്വമാണ് അയാൾ രാത്രി ചാറ്റുകളിലേക്ക് ഇറങ്ങിയത്? ചാറ്റൊക്കെ ഇപ്പോൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. ചാറ്റ് ചെയ്യുമ്പോൾ തിരിച്ചും അങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇതിൽ നിർബന്ധിതമായ സാഹചര്യം, ആളുകളെ പറ്റിക്കലും വഞ്ചനയും നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഒന്നും രണ്ടും കേസല്ല, നിരവധി കേസുകളുണ്ട്. ഇനി പരാതിപ്പെടാൻ പോകുന്ന ഈ പെൺകുട്ടികളെ കോൺഗ്രസ് സഹായിക്കുമോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. കോൺഗ്രസ് സഹായിക്കേണ്ടതുണ്ട്. കാരണം ഇവരാരും പോലീസിൽ പരാതിപ്പെടാൻ ധൈര്യപ്പെടുന്നില്ല. ചിലർക്ക് വീട്ടുകാരുടെ പിന്തുണയില്ല, ചിലർക്ക് നാട്ടുകാർ എന്ത് പറയുമെന്നുള്ള ഭയമുണ്ട്. അവർക്കൊപ്പം ഈ കോൺഗ്രസ് നിൽക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.